മുഴക്കി നടക്കുന്നത് പോലെ അനുചിതമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അദ്ദേഹം പറയുന്നത് എന്താണ്? അള്ളാഹുവിനോട് ചെയ്യുന്നതിന് മാത്രമേ ദുആ എന്ന് പറയുള്ളൂ, അള്ളാഹുവിനോട് നടത്തുന്നതിനെ പ്രാർത്ഥന എന്ന് പറയുള്ളൂ, ഈശ്വരനോട് ചെയ്യുന്നതിനെ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. അതിന്റെ സത്യാവസ്ഥ നമുക്ക് വേറെ പരിശോധിക്കാം. ഞാനത് പറഞ്ഞത് എന്തിനാണ്? അങ്ങനെയുള്ള ഒരു കാര്യം അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നു ഈ സമുദായം എന്ന് നമ്മൾ പറയുമ്പോ അത് വെറുതെയാണ്, അനുചിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഉദാഹരണമാണത്. അവിടെ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. തുടക്കത്തിലും ആ ഉദാഹരണം വളരെ വലിയ ഒരു കണ്ടെത്തൽ എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. തന്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഈ പരമാർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി വിലയിരുത്തിയിട്ട് വേണം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇതാണ് തൗഹീദിന്റെ കാതൽ എന്ന വഹാബിസത്തിന്റെ മുദ്രാവാക്യം കേൾക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന വണക്കങ്ങൾക്കും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കും അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന വിശ്വാസത്തിനും അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നതിനും ദുആ എന്ന് പറയും, പ്രാർത്ഥന എന്ന് പറയും. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത് മെൻസസ്, ഋതുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമാണ്. അർത്ഥശൂന്യമായി വാദം പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാർ വരില്ല. ഇത് അർത്ഥശൂന്യമാണ് എന്നാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിലും പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ? ഇതുപോലെയാണോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്ന മുദ്രാവാക്യം? ഈ ലോകത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാവരും പറയുന്നതാണ്. അള്ളാഹുവിനോട് നടത്തുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുമെങ്കിൽ മറ്റുള്ളവരോട് നടത്തുന്നതിന് വേറെ എന്ത് പേരാ പറയല്? ഒരാള് പടച്ചതമ്പുരാനെ എനിക്കൊരു സന്താനത്തെ തരണമേ എന്ന് പറയുന്നു. വേറെ ഒരാൾ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയോട്, അത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടയാളാകട്ടെ, ഈസാ നബിയോടോ അല്ലെങ്കിൽ മൂസാ നബിയോടോ, ഇനി അതല്ലെങ്കിൽ ഗുരുവായൂരപ്പനോടോ മറ്റാരോടെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മലയാളത്തിൽ വേറെന്ത് പേരാ പറയല്? പ്രാർത്ഥന എന്നല്ലേ? അറബിയിലാണെങ്കിൽ ദുആ എന്നല്ലേ? ഇത് ഖുർആൻ പഠിച്ചവരാണ്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഖുർആൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് നടത്തുന്നതിന് മാത്രമാണോ പ്രാർത്ഥന എന്ന് പറഞ്ഞത്? അല്ല, നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സൂറത്തുൽ അഅറാഫിൽ ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾ. ദുആ എന്നുള്ള പദം അല്ലാഹു പ്രയോഗിച്ചത്. നജീബ് മുസ്ലിയാർ പറഞ്ഞ ഈ തത്വശാസ്ത്രം അല്ലാഹുക്ക് മനസ്സിലായിട്ടില്ല. എന്നോട് നടത്തുന്നതിന് മാത്രമേ ദുആ എന്ന് പറയുള്ളൂ, ഞാനല്ലാത്ത വേറെ ആരോട് നടത്തുന്നതിനും ദുആ എന്ന് പറയില്ല എന്ന് അല്ലാഹുക്ക് മനസ്സിലായിട്ടില്ല. കാരണം അല്ലാഹു അറബി കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ. അല്ലാഹു ഇവരുമാതിരി ദർസിലോതിയതല്ലോ. അപ്പൊ അല്ലാഹുക്ക് മനസ്സിലായില്ല എന്ത്? ഇതിങ്ങനെ ദുആ എന്ന് പറയണമെങ്കിൽ അത് എന്നോട് നടത്തുന്നതിനെ പറയാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായില്ല എന്ന തരത്തിലല്ലേ വിശദീകരിക്കുന്നത്. ഇനി ഈ ഉദാഹരണം പറഞ്ഞ ഇദ്ദേഹം എന്തുകൊണ്ട് ഇത് മുജാഹിദികളെ നടത്തുന്നത് പൊട്ടത്തരാണെന്നാണ്? മുജാഹിദികളെ നടത്തുന്നത് പൊട്ടത്തരമാണ്, അനുചിതമാണ്, ഒരിക്കലും പറ്റാത്തതാണ്, അമ്പിയാക്കൾ അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞ നജീബ് മുസ്ലിയാര് എന്തുകൊണ്ട് മുജാഹിദികൾ ഇത് നടത്തേണ്ടി വരുന്നു, അത് മുജാഹിദികൾ നടത്താനുള്ള സാഹചര്യമുണ്ട് എന്നുകൂടി അറിയാതെ സമ്മതിക്കുന്നത് കാണാം. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ, സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞത്. ഒരു കൂട്ടം ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ച് നടക്കുന്നു, അത് ശരിയല്ല, അത് പുരുഷന്മാർക്കും ഉണ്ടാവും എന്ന് ഒരു കൂട്ടര് പറയാൻ തുടങ്ങിയാൽ തീർച്ചയായും അത് ഉണ്ടാവില്ല എന്ന് പറയാൻ വേറെ കൂട്ടർ വേണ്ടി വരൂലേ? അത് ആവശ്യമല്ലേ? ഒരു കൂട്ടർ ചോദിക്കാം, മെൻസസ് സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്നതാണോ? അല്ല. ഒരു ക്യാമ്പയിൻ, ഈ ആലയുടെ അങ്ങാടിയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ട്, മെൻസസ് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഒരു ചോദ്യചിഹ്നമൊക്കെ ഇട്ടിട്ട് ആ ഒരു പരിപാടി അതിൽ നജീബ് പോലെ പ്രസംഗിക്കാൻ വരികയാണെന്ന്. അങ്ങനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വന്നാൽ ഇവിടെ ഒരു കൂട്ടർ രംഗത്ത് വരണ്ടേ? അല്ല, ആ പറഞ്ഞത് തെറ്റാണ്, പ്രമാണത്തിന് വിരുദ്ധാണ്, അതേപോലെ മനുഷ്യനറിയാവുന്ന ആ ഭൗതികമായ വിവരങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയണ്ടേ? അത് പറയണം. അതേപോലെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് അല്ല എന്നിവർ പറയാൻ തുടങ്ങിയത് ഞാനല്ല പറയുന്നത്, അത് ഞങ്ങൾ ചോദ്യം ചെയ്തു എന്ന് നജീബ് മൗലവി തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഏതാണ്ട് 3/4 നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഹാബി പ്രസ്ഥാനം തങ്ങളുടെ മൗലിക മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യത്തിൽ അപാകതകൾ ധാരാളമുണ്ട്. നന്ന ചുരുങ്ങിയത് അനുചിതത്വമെങ്കിലുമുണ്ട്.
ഇതുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് ചോദ്യചിഹ്നമിട്ടുകൊണ്ട് ഈ വിഷയം IDF ഉയർത്തിക്കാണിക്കുന്നത്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദത്തെ, ആ മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യുകയാണ് IDF. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദത്തെ, ആ മുദ്രാവാക്യത്തെ ചോദ്യം ചെയ്യുകയാണ് IDF. കേട്ടില്ലേ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദത്തെ ചോദ്യം ചെയ്യുകയാണ് IDF. നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് മാത്രമല്ല, ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കൂട്ടർ വന്നാൽ പറയണ്ടേ, അതിനെതിരെ പറയണ്ടേ? അപ്പൊ 3/4 നൂറ്റാണ്ട് കാലം മുജാഹിദുകളിൽ പറയാനുള്ള കാരണം എന്താണ്? ഈ IDF-ഉം അവരുടെ പൂർവികന്മാരായ ചില പണ്ഡിതന്മാരും ഒക്കെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവിടെയാണ് മുജാഹിദുകളെ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. ഈ ലോകത്ത് മനുഷ്യൻ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ, കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോ അവന്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥന നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതാണ്. ഞാൻ നേരത്തെ ഓതി കൽപ്പിച്ചതുപോലെ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക എന്നാണ് റബ്ബ് പറഞ്ഞത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണം, വേറെ ആരോടും ദുആ ചെയ്യാൻ പാടില്ല. എന്താ അതിനുള്ള കാരണങ്ങൾ? പലയിടങ്ങളിലായി അല്ലാഹു കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അവനാണ് സ്രഷ്ടാവ്, അവനാണ് നിയന്താവ്, അവനാണ് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തിരിക്കുന്നത്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനാണ് സ്രഷ്ടാവ്, അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് എല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നതിനുള്ള കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനാണ് ഏകനായ ആരാധനക്കർഹൻ, അവൻ മാത്രമാണ് ലാ ഇലാഹ ഇല്ലാഹു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു. അവനാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായ അവനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ പൂർണ്ണമായും അവന് കീഴൊതുങ്ങി അവനോട് ദുആ നടത്തണം എന്നാണ്. അള്ളാഹുവിനോട് ദുആ നടത്തണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവര് പറയുന്നത് എന്താണ്? അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അള്ളാഹു ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഒരു ഖുർആനിലും പഠിപ്പിച്ചിട്ടില്ല, ഒരു വേദഗ്രന്ഥത്തിലും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് നജീബ് മുസ്ലിയാർ പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ചില ആളുകളെങ്കിലും അങ്ങനെ പറയോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. കാരണം എന്താ? നമ്മളൊക്കെ ഖുർആനിന്റെ അർത്ഥം കേൾക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്തക്കാരുടെ ഒരുപാട് മഹാത്ഭുതങ്ങളുണ്ട്, സംസ്ഥാനക്കാരുടെ. അതിൽ കുറെ നിങ്ങൾ കേട്ടല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനിന്റെ അർത്ഥം പറയാം, പക്ഷെ എഴുതാൻ പാടില്ല. ഖുർആനിന്റെ അർത്ഥം പറയാം, പക്ഷെ എഴുതാൻ പാടില്ല, പരിഭാഷ ഇറക്കാൻ പാടില്ല എന്നാണ്. കാരണം പരിഭാഷ ഇറക്കിയാൽ ആളുകൾ എന്താണ് ഖുർആനുള്ളതെന്ന് മനസ്സിലാക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അത് പഠിക്കാൻ പാടില്ല, പരിഭാഷ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. ഇവര് പറയുന്നത് എന്താ? അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടില്ല. എങ്ങനെ?
അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സന്ദേശവും ഖുർആനിലില്ലെന്ന് മാത്രമല്ല ലോകത്ത് ഒരു വേദഗ്രന്ഥത്തിലും ഇല്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു അവിശ്വസനീയത അത് പറയുമ്പോണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നതാണ് നല്ലത്. 1,24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുഴക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ? കേട്ടല്ലോ നിങ്ങൾ, ലോകത്ത് ഒരു നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഒരു വേദത്തിൽ അങ്ങനെ ഒരു ശബ്ദമില്ല. എന്നാ ആരാധന അള്ളാഹുവിന് മാത്രമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആരാധന അള്ളാഹുവിന് മാത്രം എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അത് വേദങ്ങൾ പഠിപ്പിച്ചതാണ്, അത് ഖുർആൻ പഠിപ്പിച്ചതാണ് എന്നതിൽ തർക്കമില്ലല്ലോ. ആ ഖുർആനിന്റെ സന്ദേശം വിശദീകരിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം റാസി പറയുന്നു, പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയുടെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. ദുആ അല്ലാഹുവോട് മാത്രം എന്ന് പാടില്ല എന്നല്ലേ? ദുആ അല്ലാഹുവോട് മാത്രം എന്നുള്ള ശബ്ദം ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല എന്നല്ലേ? അങ്ങനെ പ്രാർത്ഥനയും ദുആ ഒന്നിനെന്ന് ആദ്യം ആവർത്തിച്ച് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചല്ലോ. ദുആ എന്ന വാക്യവും അതുപോലെയാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടു. ഒന്നാമത് തന്നെ അതാണല്ലോ. അതിനെതിരെയല്ലേ റാസി പറയുന്നത്? റാസി പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് കൽപ്പിച്ചതുപോലെ, നിസ്കാരം കൊണ്ട് കൽപ്പിച്ചതുപോലെ ദുആ കൊണ്ട് കൽപ്പിച്ചു. നോമ്പ് അല്ലാഹുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, നിസ്കാരം അല്ലാഹുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ പ്രാർത്ഥനയും അല്ലാഹുവിന് മാത്രമേ പറ്റുള്ളൂ എന്ന നിലയിൽ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഇനമാണ് പ്രാർത്ഥന എന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. ഇമാം റാസി പറയുന്നു. അപ്പൊ മുജാഹിദികൾ പറയുന്ന അനുചിതമായ മുദ്രാവാക്യാണോ ഇത്? ലോകത്താരും പറയാത്ത കാര്യമാണോ ഇത്? ഖുർആനിൽ ഇല്ലാത്തതാണോ? അല്ല. ഖുർആൻ മനസ്സിലാക്കാത്തവർക്ക്, ഖുർആൻ പഠിക്കാത്തവർക്ക് അത് ഖുർആനിൽ ഇല്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു അത് ഖുർആനിലുള്ളതാണ്. വെറുതെ പറഞ്ഞതല്ല, അദ്ദേഹം അതിന് തെളിവ് ധരിക്കുകയാണ്. ഈ പറഞ്ഞതിന് തെളിവാണെന്ത്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്ത്, വഖാല റബ്ബുക്കും ഉദഊനി അസ്തജിബ് ലക്കും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ആസിറിലെ 60-ാമത്തെ ആയത്ത്, വദഊ ഖൗഫൻ വതമാ എന്ന് പറയുന്ന സൂറത്തുൽ അഹ്റാഫിലെ 56-ാമത്തെ ആയത്ത്, ഉദഊക്കും തളർറുൻ വഖുഫിയ എന്ന് പറയുന്ന സൂറത്തുൽ അഹ്റാഫിലെ 55-ാമത്തെ ആയത്ത്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറയുന്ന ഗാഫിറിലെ 65-ാമത്തെ ആയത്ത്, ഖുലിദുല്ലാഹ അബിദുർ റഹ്മാൻ എന്ന് പറയുന്ന സൂറത്തുൽ ഇസ്രായിലെ 110-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളൊക്കെ ആരാ തെളിവ് ധരിച്ചത്? റാസി തെളിവ് ധരിക്കുന്നു. നജീബ് മുസ്ലിയാർ പറയുന്നു ഖുർആനിൽ അങ്ങനെ ഒരു ആശയം തന്നെ ഇല്ല. എന്ത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഖുർആനിലില്ല. അത് ആരുണ്ടാക്കിയതാണ്? മുജാഹിദുകൾ ഉണ്ടാക്കിയതാണ്. ഇമാം റാസി കേരള ജമിയത്തുൽ ഉലമയുടെ ഹംസാൻ പ്രസിഡന്റ് ആയിരുന്നോ? ഇമാം റാസി കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവ്